വലൈലത്തുൽ ജുമുഅ, ജുമുഅയുടെ രാത്രി. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുന്നു വലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാത്രി. ദുആ സ്വീകരിക്കുമോ? പറ, സ്വീകരിക്കുമോ? സ്വീകരിക്കും. ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ഖുർആൻ പറഞ്ഞു. അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചു. എന്തിന്? നമ്മളെ കുറിച്ച് അല്ലാഹുക്ക് അറിയാം. പക്ഷേ ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചാൽ ലൈലത്തുൽ ബറാഅത്ത് അല്ലാഹു വ്യക്തമാക്കി തന്നില്ലേ? അത് മനസ്സിലാക്കണ്ടേ? ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൈലത്തുൽ ബറാഅത്ത് അല്ലാഹു നമുക്ക് കാണിച്ചു തന്ന ശഅബാൻ 15 ലൈലത്തുൽ ഖദർ ശഅബാൻ റമദാൻ 27 ആണോ? അല്ല. അവിടെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് പറഞ്ഞു തരുന്നു 3 അല്ലാഹു ദുആ സ്വീകരിക്കുന്നു. അവ്വലു ലൈലത്തും മിൻ റജബ്, റജബിന്റെ 1-ാമത്തെ രാത്രി. ഇതേ പോയ റജബിന്റെ 1-ാമത്തെ രാത്രി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റജബിന്റെ 1-ാമത്തെ രാത്രി ദുആയിക്ക് ഇജാബത്തുണ്ട്. അന്നത്തെ ദുആ തള്ളപ്പെടില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാത്രി. ദുആ അത് തള്ളപ്പെടില്ല. ആവശ്യമുള്ളവർ ചോദിച്ചു കൊള്ളുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് പറയുന്നു 2 പെരുന്നാളിന്റെ രാത്രി. അല്ലേ? നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ അതിന്റെ രാവ്. ഈ ദുആ 5 ദിവസത്തെ ദുആ തള്ളപ്പെടാത്തതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതൊക്കെ? വെള്ളിയാഴ്ച രാവ്, ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ലൈലത്തുൽ ഖദറിന്റെ രാത്രി 3, റജബിന്റെ 1-ാമത്തെ ദിവസം, ശഅബാൻ 15 രാത്രി, 2 പെരുന്നാളിന്റെ രാവുകൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പറയുന്നു ലൈലത്തുൽ ഇജാബ.